പ്ലീസ് അവരോടൊന്ന് പ്ലീസ്. സർ, കേരളത്തിലെ പാവപ്പെട്ടവന്റെ സാമൂഹ്യ പെൻഷൻ 6 മാസം കുടിശ്ശികയായത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല, ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാകേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ 18 മാസത്തെ കുടിശ്ശിക എന്ന പഴയ കാലത്തെ നുണ ധനകാര്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞതല്ലേ ഉള്ളൂ. രേഖ എന്റെ കയ്യിലാണുള്ളത്. അദ്ദേഹം ഒരു രേഖയില്ലാതാണ് പറഞ്ഞത്. 2016 തോമസ് ഐസക് പുറത്തിറക്കിയ ധവളപത്രമാണ് സാർ. ഇങ്ങനെ അദ്ദേഹം പറയട്ടെ, അതിന് മന്ത്രി മറുപടി പറയും. പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കെ, അവിടെ ഒന്നും മിണ്ടാതിരിക്കെ. സാറ് 2016 തോമസ് ഐസക് ധനകാര്യമന്ത്രിയായപ്പോൾ പുറത്തിറക്കിയ വൈറ്റ് പേപ്പറാണ് സാർ എന്റെ കയ്യിലുള്ളത്. ആ വൈറ്റ് പേപ്പറിൽ പറയുന്നുണ്ട് അടിയന്തരവും ഹ്രസ്വകാല ബാധ്യതകളും അതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്നത് 1000 കോടിയിൽ താഴെയാണ്, അതായത് 3 മാസത്തത്. ഇത് അങ്ങയുടെ ധനകാര്യമന്ത്രി, പാർട്ടിയുടെ ധനകാര്യമന്ത്രി പുറത്തിറക്കുന്ന വൈറ്റ് പേപ്പറിന് യാതൊരു വിലയുമില്ല എന്നാണോ അങ്ങ് പറയുന്നത്, ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ? 2, ഞാൻ അങ്ങയോട് കഴിഞ്ഞ തവണ ചോദിച്ചു, 18 മാസം കുടിശ്ശികയുണ്ടെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ആ കുടിശ്ശിക നിങ്ങൾ കൊടുത്തത് എന്നതിന്റെ രേഖ ഈ മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങ് അതിന് മറുപടി തന്നിട്ടില്ല. 3, കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച് ഞാൻ ചോദ്യം ചോദിച്ചു, സ്പീക്കറോട് അറിയണം സാർ, ഒരു സഭാ സമ്മേളനം കഴിഞ്ഞിട്ടും ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിൽ മേൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പോലും തന്നിട്ടില്ല സാർ. പിന്നെ എന്താ രേഖ? ശങ്കരാടിയുടെ കയ്യിലുള്ളതാണ് സാർ. കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ ആരംഭിച്ചത് ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. ശ്രീ ആർ ശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹം 1960 ജൂൺ 24 ഈ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോ ഓൾഡ് ഏജ് പെൻഷൻ അദ്ദേഹം പറയുന്നുണ്ട്, അക്കോർഡിംഗ് ടു ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആസ് എംബോഡീഡ് ഇൻ ആർട്ടിക്കിൾ 41 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർ ശങ്കർ 70 വയസ്സ് പ്രായമായവർക്ക് ഓൾഡ് ഏജ് പെൻഷൻ കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് 63 വിധവ പെൻഷനും ആദ്യമായി കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത്, അദ്ദേഹത്തിന്റെ തന്നെ 63 ബജറ്റിൽ. സാർ, ഇത് പൗരന്റെ ഭരണഘടനാപരമായ അവകാശമാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ, ഈ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇത് പെൻഷൻ അവകാശമല്ല, കേവലം സഹായമാണെന്നാണ്. സാർ, അതിങ്ങനെ പറയുന്നു, ദോ നെയ്മഡ് പെൻഷൻ ഇറ്റ് ഈസ് ഓൺലി ആൻ അസിസ്റ്റൻസ്. ഗവൺമെന്റ് ഹാസ് ദ അതോറിറ്റി ടു ഡിസൈഡ് when to disperse the pension, on what rate it is to be disbursed. സാർ, ഇത് ഭരണഘടനാപരമായ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ സാറ് ഓൾഡ് ഏജ് പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് ഈ സർക്കാർ ഹൈക്കോടതിയിൽ പറയുകയാണ് ഇത് സർക്കാരിന്റെ ഔദാര്യമാണ്, പൗരന്റെ അവകാശമല്ല എന്ന് പറയുന്നത്. സാർ, ഇതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയാണ് സാർ. ഒരു പൗരന് വാർദ്ധക്യം, ഭിന്നശേഷി, ദുർബലർ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയിൽപ്പെടുന്നതാണ്. അതാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. ഇതിൽ നിന്നും ഈ സർക്കാർ പതിയെ പിന്മാറുന്നു എന്ന ആശങ്കയാണ് സാർ ഈ സഭയുടെ മുൻപാകെ ഞങ്ങൾ വയ്ക്കുന്നത്. സാർ, നിങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിലൊന്ന് ഞാൻ ക്ലിയർ ചെയ്തു, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ 18 മാസത്തെ കുടിശ്ശികയുടെ കള്ളക്കണക്ക്. 2, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ 2500 രൂപയാക്കും, എല്ലാ മാസവും മുടങ്ങാതെ നൽകും. സാർ, അതാണ് ഇപ്പോൾ 6 മാസം കുടിശ്ശികയായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾ പാവങ്ങൾക്ക് പെൻഷൻ നൽകാൻ എന്ന പേരിൽ പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ സെഞ്ചുറിയിൽ എത്തിച്ചതാണ്. അത് 2 രൂപ അതിന് അധികമായി നിങ്ങൾ ഏർപ്പെടുത്തി. അത് പ്രതിസന്ധി രൂക്ഷമാകാൻ മറ്റു വരുമാനങ്ങളൊന്നുമില്ല സാർ. കയർ മേഖല, കശുവണ്ടി മേഖല, കൈത്തറി മേഖല എല്ലാം പ്രതിസന്ധിയിലാണ്. അപ്പൊ അവിടെയാണ് ഈ 6 മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൂടെ വരുന്നത്. ഇനി ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ നികുതിയും കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, ഭവന നിർമ്മാണത്തിനുള്ള എല്ലാ നികുതിയും കൂട്ടി, എന്നിട്ടും
മദ്യത്തിന്റെ മേലുള്ള സെസ് ഏർപ്പെടുത്തി, എന്നിട്ടും പെൻഷൻ മാത്രം കിട്ടുന്നില്ല. സാർ വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ക്ഷേമനിധി പെൻഷന്റെ സ്ഥിതി എന്താണ് സാർ? സാർ ക്ഷേമനിധി പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1 കൊല്ലമായി സാർ. 13 മാസം സാർ, 13 മാസമായി. അത് അംശാദായം വഴി 46 കോടിയും സെസ് ഇനത്തില് 370 കോടി രൂപയും പിരിച്ചു കഴിഞ്ഞു സർക്കാർ. അത് സർക്കാരിന്റെ കയ്യിലുണ്ട്. എന്നിട്ടാണ് 1 കൊല്ലമായിട്ട് കുടിശ്ശികയാണ് സാർ. സാർ അത് മാത്രമല്ല, ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. ആഭരണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. കശുവണ്ടി തൊഴിലാളി പെൻഷൻ 6 മാസമായി കുടിശ്ശികയാണ് സാർ. കൈത്തറി തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 5 മാസമായി കുടിശ്ശികയാണ് സാർ. തോട്ടം തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ പെൻഷൻ അത് കുടിശ്ശികയാണ് സാർ. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 5 മാസമായി കുടിശ്ശികയാണ്. ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. ഖാദി തൊഴിലാളി ക്ഷേമനിധി 5 മാസമായി കുടിശ്ശികയാണ്. കയർ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശികയാണ്. റേഷൻ തൊഴിലാളി കുടിശ്ശികയാണ്. വ്യാപാരി ക്ഷേമ ബോർഡ് കുടിശ്ശികയാണ് സാർ. സാർ ഇതെല്ലാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ അല്ല സാർ. ഇത് അംശാദായം അങ്ങോട്ട് അടയ്ക്കാണ് സാർ. ഇവർക്ക് ചികിത്സാ സഹായം കിട്ടിയിട്ട് 1 കൊല്ലമായി സാർ. 1 കൊല്ലമായി. പ്രസവ സഹായം കിട്ടിയിട്ട്, വിദ്യാഭ്യാസ സഹായം സാർ. ഒരു കോഴ്സിൽ ചേർന്ന കുട്ടിക്ക് 1 കൊല്ലം കഴിഞ്ഞ് ഇത് കിട്ടിയാൽ ഇതിന്റെ വിദ്യാഭ്യാസ സഹായം കിട്ടിയിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ സാർ? അപ്പൊ ഈ ആനുകൂല്യങ്ങളെല്ലാം അംശാദായം അങ്ങോട്ട് പിരിച്ചിട്ട് പോലും ഇവർക്ക് കിട്ടുന്നില്ല സാർ. സാർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് 2ഉം 3ഉം പെൻഷൻ അർഹത ഉണ്ടായിരുന്നു ഒരാൾക്ക്. ഒരു കശുവണ്ടി തൊഴിലാളി അമ്മക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യകാല പെൻഷൻ കിട്ടുമായിരുന്നു. മുമ്പ് 65 ആയിരുന്നു. ഉമ്മൻചാണ്ടിയാണത് 60 ചുരുക്കിയത്. ആ അമ്മ വിധവയാണെങ്കിൽ അവർക്ക് വിധവ പെൻഷൻ കിട്ടുമായിരുന്നു. അവർക്ക് കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ക്ഷേമ പെൻഷനും കിട്ടുമായിരുന്നു. സാർ ഈ 19 തോമസ് ഐസക് ഒരു ഉത്തരവിറക്കിയിട്ട് ഒറ്റ പെൻഷൻ ആക്കി സാർ. അപ്പോ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായ ഒരാൾക്ക് സാമൂഹ്യ പെൻഷൻ ഇപ്പൊ കിട്ടത്തില്ല സാർ. അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കണം. 1 കൊല്ലമായി അവർക്ക് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയും കിട്ടുന്നില്ല. അപ്പൊ കിട്ടിക്കൊണ്ടിരുന്ന സാമൂഹ്യ പെൻഷൻ ഇല്ലാതെയായി. പിന്നെ അവർക്ക് ആകെ കൊടുത്തോണ്ടിരുന്ന നിർമ്മാണ പെൻഷൻ കുടിശ്ശികയാണ്. അപ്പൊ ഫലത്തിൽ 2 പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പോ 1 പെൻഷൻ പോലും കിട്ടാത്ത സ്ഥിതിയാണ് സാർ. സാർ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നറിയാൻ സാർ ഈ 3 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും 2 ദിവസത്തെ സെക്രട്ടേറിയറ്റ് ഒന്നും വേണ്ട സാർ. ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടിട്ട് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു വരും സാർ. സാർ അതുകൊണ്ട് ഇവിടെ നിർമ്മാണ തൊഴിലാളിക്ക്, കശുവണ്ടി തൊഴിലാളിക്ക് കൊടുക്കാൻ ക്ഷേമ പെൻഷൻ, അംശാദായം അടച്ച പെൻഷൻ കൊടുക്കാൻ പൈസയില്ല സാർ. ഇവിടെ നവകേരള സദസ്സിന് പൈസയുണ്ട്, കേരളീയത്തിന് പണമുണ്ട്. സാർ മരുന്നിന് പൈസ ഇല്ലാത്ത ആൾക്ക് അവന് ഇന്നാ പൈസ കിട്ടണം. അവനോട് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ ടുഡേ അവാർഡ് തന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അതുകൊണ്ട് കുലീനരെ, ഉദാത്തരെ, ശുദ്ധമർദ്ദരെ ഈ പാവങ്ങളുടെ പെൻഷൻ കൊടുക്കുക സാർ. അതുകൊണ്ട് സാർ 2 പെൻഷൻ. അങ്ങ് ധനകാര്യമന്ത്രിയാണ്, അങ്ങ് മുമ്പ് MP ആയിരുന്നു. നാളെ അങ്ങ് MLA ആകാതിരിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നില്ല. ആകട്ടെ. ഇനി എങ്ങാനും ആകാതിരുന്നാൽ അങ്ങക്ക് 2 പെൻഷൻ കിട്ടും. നമ്മുടെ തോമസ് മാഷിന് 3 പെൻഷൻ കിട്ടും. കോളേജ് പ്രൊഫസറുടെ പെൻഷൻ കിട്ടും, MP പെൻഷൻ കിട്ടും, MLA പെൻഷൻ കിട്ടും. പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിയുടെ 1600 രൂപയുടെ പെൻഷൻ സാർ. അവൻ 1 പെൻഷൻ കൂടെ വാങ്ങിച്ചാൽ എന്താ സാർ കുഴപ്പം? കിട്ടിക്കൊണ്ടിരുന്നല്ലേ സാർ? കിട്ടിക്കൊണ്ടിരുന്നല്ലേ? ആ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ അവർക്ക് ഇല്ലാതാക്കിയാണ് സാർ. സാർ ഇവിടെ അത് മാത്രമാണ്, ആശ്വാസകിരണം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് സാർ. ആശ്വാസകിരണം 600 രൂപയാണ്. 600 രൂപയാണ് ഈ, അതായത് കിടപ്പ് രോഗികളെ, അവരെ കൂടെയുള്ളവരെ ചികിത്സിക്കുന്ന, കൂടെ ഇരുന്ന് സഹായിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പെൻഷനാണ് സാർ. ഞാൻ അവസാനിപ്പിക്കാം. ആ പെൻഷൻ അതൊരു കൊല്ലമായിട്ട് കുടിശ്ശികയാണ് സാർ. ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികളുണ്ട് സാർ. മുനീർ സാഹിബ് ഇവിടെ ഉണ്ട്, ശ്രുതി തരംഗം, ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു. അവരുടെ മെയിൻ്റനൻസിന് പൈസ കൊടുക്കാത്ത കാരണം കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് സംസാരശേഷി വീണ്ടും നഷ്ടമാണ് സാർ. കൈകൂപ്പി പറയാണ് സാർ. ആ പൈസ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം സാർ. ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. ഹീമോഫീലിയ രോഗികളുടെ പെൻഷൻ സാർ കുടിശ്ശിക അതൊന്നും വെക്കരുത് സാർ. നിങ്ങൾക്ക്, ഞാനൊന്നും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല സാർ. നിങ്ങൾ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ പോലും നമ്മളാണല്ലോ സാർ. അതുകൊണ്ട് സാർ അങ്ങ് പറഞ്ഞു 34, ഞങ്ങൾ 50 ലക്ഷം ആക്കിയെന്ന്.
സാർ അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് 16 ലക്ഷമായിരുന്നു പെൻഷൻ. ഉമ്മൻചാണ്ടി പോകുമ്പോൾ അത് 34 ആക്കി. അതിന്റെ അർത്ഥം ഇരട്ടിയിലധികമാക്കി. ഇപ്പൊ നിങ്ങൾ 50 കൊടുക്കുന്നുള്ളൂ ഈ ക്ഷേമനിധി പെൻഷൻ മാറ്റിയാൽ. അപ്പൊ 34 50 ആകുന്നതും 16 34 ആകുന്നതും ഏതാ വലുതെന്നുള്ളത് കണക്ക് കൂട്ടി പറയൂ. കണക്കറിയാവുന്നവർ കണ്ടുപിടിക്കട്ടെ. ഞാൻ അത്ര പറയുന്നുള്ളൂ. സാർ 500 രൂപയുടെ ഏതാനും നോട്ടുകളുമായി ചിരിക്കുന്ന 3 വയോധികരായ അമ്മമാരുടെ ചിത്രം വലിയ ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ മുഴുവൻ അങ്ങയുടെയും മുഖ്യമന്ത്രിയുടെയും പടത്തിന്റെ കൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാർ കേരളത്തിന്റെ തെരുവുകളിലെല്ലാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാർ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും, 1 മിനിറ്റ് അരമിനിറ്റ് മതി, വലിയ പരസ്യ ബോർഡുകൾ ഉയർത്തിയിരുന്നു. കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ ഒരു ഭാഗം വിതരണം ചെയ്തപ്പോഴാണ് ഈ 3 500 നോട്ടുമായി 3 അമ്മമാരുടെ ചിത്രം നിങ്ങൾ പരസ്യ പലകയിൽ വെച്ചത്. സാർ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് പെൻഷൻ. അത് നികുതി പണത്തിൽ നിന്നാണ് നൽകുന്നത്. ഏതെങ്കിലും ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് പ്രചാരണ ബോർഡുകളായി മുമ്പുള്ള LDF ഗവൺമെന്റ് പോലും വെച്ചിട്ടില്ലായിരുന്നു സാർ. എന്നാൽ നിങ്ങൾ ഈ പാവപ്പെട്ടവരുടെ ദൈന്യതയെ വിറ്റ് വോട്ടാക്കുകയായിരുന്നു. അർഹമായ പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമായി കൊണ്ടാടുകയായിരുന്നു. സാർ അന്ന് റോഡരികിൽ ഉയർന്ന ആ വലിയ ബോർഡുകൾ എവിടെ പോയി സാർ? അതിലുണ്ടായിരുന്ന അമ്മമാർ അവരെവിടെ പോയി? അവർ ആ പരസ്യ പലകയിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിൽ പെൻഷന് വേണ്ടിയിട്ട് യാചിക്കുകയാണ് സാർ. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ.